ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഒരു കേസിൽ അറസ്റ്റ് പാടില്ല, ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാം. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കുടത്തിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. ജനം ജയിപ്പിച്ചവന് ജനം കാണാതെ ഇനിയും ഒളിച്ചു നടക്കണം. പാത്തും പതുങ്ങിയും ജീവിക്കണം. 10ാം നാളും പുറത്തിറങ്ങാനാകാത്ത പാലക്കാട് MLAക്ക് പാതയൊരുക്കുന്നതാരാണ്? ഒളിവിടമൊരുക്കുന്നതാരാണ്? അതോ അറിഞ്ഞിട്ടും അറിയില്ലെന്ന് വയ്ക്കുന്നതാണോ പിണറായി പോലീസ്? നാടൊട്ടുക്ക് വോട്ടിടാനിറങ്ങും വരെ നാട്ടുകാരെല്ലാം രാഹുൽ രാഹുൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയാണോ ഈ കാത്തിരിപ്പ്? ഇതിനിടെ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടും ആ കേസിൽ പിന്തുണച്ച മറ്റൊരു രാഹുൽ ജയിലിൽ തുടരുന്നുണ്ട്. ഇനി ഒന്നിനുമില്ല എന്ന സാഷ്ടാംഗം വീണിട്ടും ഇതുവരെ ചെയ്തത് കണ്ടിട്ടുണ്ട് കോടതി. ചോദ്യമിതാണ്, സംരക്ഷകനാര്? സച്ചേൽ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM നിന്നും AK ഷാനിബ്, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, റിട്ടയർഡ് SP KM ആന്റണി എന്നിവരാണ്. ആദ്യം ഞാൻ അനിൽ ബോസിലേക്ക് പോകുന്നു. അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസിന് പറയാൻ ബാധ്യതയില്ല എന്ന പ്രതികരണം നേതാക്കളിൽ നിന്ന് കേട്ട് കഴിഞ്ഞു. പക്ഷേ 10ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്, പുറത്തേക്കിറങ്ങാത്തത് ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ്. അതും കർണാടകത്തിലെ തലമുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയാണ് ആ ഒളിയിടം ഒരുക്കുന്നതിൽ സഹായിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതോടെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അഡ്വക്കേറ്റ് അനിൽ ബോസ്. അടിയന്തരമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെച്ച് വേറെ പണിക്ക് പോകണം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ആക്ഷേപം ഉയർന്നു വന്നാൽ അത് പാർട്ടി ചുമക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ആവശ്യപ്പെട്ട് അദ്ദേഹം രാജിവെച്ചത്. അതുകൂടാതെ ആ വിഷയ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്, അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പരാതിക്കാരില്ല, കേസില്ല. കേസ് അന്വേഷിച്ച ഏജൻസികളുടെ ഭാഗത്തുനിന്നും പബ്ലിക്കിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നിരിക്കെ വളരെ കൃത്യമായ നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു. പിന്നെ ഒരു ഊമക്കത്ത് പരാതിയായി വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് അത് DGPക്ക് കൈമാറി. രാഷ്ട്രീയ ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചു. നിലവിൽ ഒരു MLA ആയാലും ഒരു വ്യക്തിയായാലും ഇത്രയും വലിയൊരു ആരോപണമുണ്ടായി, അത് എന്ത് പ്രോട്ടോകോൾ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം ആരുടെ കയ്യിലാണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണോ എടുക്കേണ്ടത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, കേരളത്തിലെ പോലീസാണ്. അവരെടുത്തില്ലെങ്കിൽ അത് അവരോട് ചോദിക്കാം. ഞാൻ ചോദിച്ചത്, കോൺഗ്രസിൽ നിന്നും ഒരാളുടെ പോലും സഹായമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാനാകുമോ? സംശയം എന്താ കാര്യത്തിൽ? കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോഴും ഒറ്റക്കെട്ടായ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. വ്യക്തിപരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ പ്രതീക്ഷയോടുകൂടി കേരളവും കോൺഗ്രസും നോക്കിക്കണ്ട ഒരു ചെറുപ്പക്കാരൻ, വളരെ നന്നായി മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു യുവ നേതാവ്, അത്യാവശ്യം ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു നേതാവ്, ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ സങ്കടമാണ്. വ്യക്തിപരമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എനിക്ക് ദുഃഖമുണ്ട്. ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നതിന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് വളരെ പ്രയാസമുണ്ട്. കാരണം ഏറെ സ്നേഹത്തോടുകൂടി നോക്കിക്കണ്ട ഒരു ചെറുപ്പക്കാരന്റെ പതനം വളരെ സങ്കടകരമാണ്. ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇനി വരാനിരിക്കുന്നു എന്ന പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിയിലെ ഒരു യുവ നേതാവിനെതിരെ ഇത്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ പ്രതിസന്ധിയിലാകുക സ്വാഭാവികമല്ലേ? ആ ആക്ഷേപത്തിൽ സങ്കടമുണ്ടാകുക സ്വാഭാവികമല്ലേ? ഞങ്ങൾ സ്നേഹിച്ചവരാകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സങ്കടമുണ്ടാവില്ലേ? ഞങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം. പക്ഷെ ഇത് നമ്മുടെ ഒരു നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. നമുക്കറിയില്ല ഇതിന്റെ ശരിയായ വശങ്ങൾ ഏത് എന്ന്. നമുക്കിതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ പരാതിക്കാരി ആര്, ഇനി ഏതെങ്കിലും ഇരകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരോപണ വിധേയനുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിൽ തള്ളി പറയാം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സെപ്റ്റംബർ 15 തലേന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ നിലപാട്, പാർട്ടി നിലപാടെടുത്തതിന്റെ സാഹചര്യം അതെല്ലാം വിശദമാക്കിയിട്ടുണ്ട്, ഒന്നൊന്നായി എഴുതിയിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകനെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ എന്താണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്? പാർട്ടിക്കാരനാണെങ്കിൽ
പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ. ഇപ്പം നമ്മുടെ ഈ കാലത്ത് പുതിയ കാല രീതി അനുസരിച്ച് സൈബർ ഇടങ്ങളിൽ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരും. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആളുകൾ വരും. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തീപ്പൊരി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകൻ പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അണിയറയിലും സംരക്ഷിക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയ ധാർമ്മികതയുടെ അവരുടെ സ്നേഹത്തിന്റെ ഒരു വാത്സല്യത്തിന്റെ ഭാഗമാണ്. ഒരു സഹപ്രവർത്തകൻ ഇതാ പിടിക്കപ്പെടുന്നു, അല്ലെ ദോഷം ചെയ്തിരിക്കുന്നു, അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ലാത്ത ഒരു വിഭാഗം ആളുകൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്ന സുഹൃത്തുക്കളോട്, അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ എഴുതുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല. നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് ഒരു സെക്കൻഡ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് അതിന്റേതായ കാതലായ കാര്യങ്ങളുണ്ടാവും. ഇനി അത് വെയിറ്റ് ചെയ്ത് ക്ഷമാപൂർവ്വം ഇരുന്ന് തനിക്കെതിരെ പരാതിയില്ലെങ്കിൽ, താൻ ചെയ്ത തെറ്റില്ലെങ്കിൽ, തനിക്കെതിരെ ഒരു പോലീസ് നടപടിയില്ല എങ്കിൽ അതിന് കൃത്യമായി തിരിച്ചു വരാനുള്ള സംഘടനാ നടപടികൾ ഏത് പാർട്ടിയിലും ഉണ്ടല്ലോ. അതിന് കാത്തിരിക്കേണ്ടതിന് പകരം നേതാക്കളെ അങ്ങനെ ഒരു ആലോചനയുണ്ട് അല്ലേ? അല്ലല്ല, ഞാൻ ഇത് സ്മൃതി ചർച്ചയിൽ ഞാൻ പറയുന്നതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എന്നെ സസ്പെൻഡ് ചെയ്താൽ ഞാൻ ഈ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വിധേയമായി, പാർട്ടി ചെയ്യുന്ന നടപടികൾക്ക് വിധേയമായി നിൽക്കണം. എന്നിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തുക, താൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ആരോപണ വിധേയൻ ഞാനാണെങ്കിൽ കേസ് വരുന്നതിന് മുമ്പ്, പരാതി വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടത് എന്താണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്? അങ്ങനല്ല ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ച ഉയർന്നു വരുന്നു. ഒരു യുവ നേതാവിനെതിരെ ആക്ഷേപം വരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരാൾക്കെതിരെ ആക്ഷേപം വരുന്നു. ആ ആക്ഷേപത്തിൽ അതിന്റെ ശരിതെറ്റുകൾ എന്തുവാകട്ടെ, ധാർമ്മികത ഉയർത്തി നിലപാടെടുക്കാൻ പറയുന്നു. ആ നിലപാടെടുത്തു. രാഹുൽ ആ നിലപാടെടുത്തല്ലോ. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നമ്മളാരും നിർബന്ധിച്ച് രാജിവെച്ച് ഒപ്പിടുവല്ലോ. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം വളരെ കാർക്കശ്യത്തോടുകൂടി നിലപാടെടുത്തു. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതും അംഗീകരിച്ചു. പിന്നീട് നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും ഈ വിഷയത്തിൽ കാമ്പുണ്ടാകട്ടെന്ന്, ഒരു പരാതി ഉണ്ടാകട്ടെ, പരാതിക്കാരി ഉണ്ടാകട്ടെ, കേസ് ഉണ്ടാകട്ടെ, കേസ് ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കുക, അയാളെ ശിക്ഷിക്കുക, അയാളെ തൂക്കിക്കൊല്ലുക. ഞങ്ങൾ യോജിക്കുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും ഒരേ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി രാഹുൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ, അതിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അതനുസരിച്ചിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ എന്നാണോ, അതോ കേസിന്റെ അന്തിമമായ തീർപ്പ് വരട്ടെ എന്നാണോ? എന്ന് പറഞ്ഞില്ല. കോടതി നടപടിയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? അന്തിമ നടപടിയെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? ആരോപണം ഉയർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതല്ല. ഏതൊരു വ്യക്തിക്കുമെതിരെ നടപടി വരുമ്പോൾ നിങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എനിക്കെതിരെ ഒരാരോപണം വന്ന് എന്റെ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശബ്ദനായി നിന്ന് പാർട്ടിയെ ഫോളോ ചെയ്ത് എനിക്ക് സമയമെടുത്ത് ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. അതിനപ്പുറമുള്ള ചർച്ചകളും സംവാദങ്ങളും ഒരിക്കലും ഒരു പൊതുപ്രവർത്തനം ചേരില്ല എന്നതാണ് എന്റെ ഒരു പരാതിയിലാണ് എഫ്ഐആർ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പരാതി എഫ്ഐആർ ഉണ്ട്, അതിൽ മൊഴി കിട്ടുന്നേ ഉള്ളൂ. വേറെയും പരാതികളുണ്ട്. ഇത് 1ഉം 2ഉം കേസല്ല എന്ന് അങ്ങേക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ്. അല്ലാതെ ഒരു നേതാവിനെ അങ്ങ് തീർക്കാൻ വേണ്ടി കുറെ പെൺകുട്ടികൾ ഒരുമിച്ചങ്ങ് ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലല്ലോ. നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയുണ്ട്, കരച്ചിലുകളുണ്ട്, നിസ്സഹായതയുണ്ട്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ചില നേതാക്കളെങ്കിലും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ അടൂർ പ്രകാശിനെ പോലുള്ള ചില നേതാക്കൾ ഈ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരെ കാത്തുനിന്നു. അതിനുശേഷം ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. CPM പ്രതിനിധി AK ഷാനിബിലേക്കാണ്. ഷാനിബ്, ഇപ്പോൾ ആരാണ് സംരക്ഷകർ? അല്ല, ഞാൻ വരാം. ഞാൻ പറയാത്ത കാര്യങ്ങൾ എല്ലാം അങ്ങ് പറഞ്ഞു എന്നല്ല. ദീർഘകാലത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ആദ്യം ഒരു സെക്കൻഡ് ഞാൻ ഈ ചർച്ചയിൽ ദീർഘകാലത്തിന് ശേഷമാണ് റിപ്പോർട്ടർ ബഹിഷ്കരിക്കാൻ പാർട്ടി തീരുമാനമെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുകയാണ്. ആ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ തലയിൽ ആക്ഷേപം അടിച്ചു വെച്ച് പോരുത്. ഇരകളുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? പരാതിക്കാരുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? മനസ്സിലായില്ല. താങ്കൾക്കും അറിയാമല്ലോ ഒരുപാട് പരാതികളുണ്ടെന്ന്. ഒരുപാട് പരാതികളും ശബ്ദരേഖകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അങ്ങ് വാർത്ത കാണുന്നില്ലേ? അത് താങ്കൾക്കും അറിയാമല്ലോ, പരാതിക്കാർ ഇനിയും ഉണ്ടെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ലല്ല, പുറത്തേക്ക് വന്ന ശബ്ദരേഖയെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ രഹസ്യമായി അങ്ങേക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് എങ്ങനെയാണ് അത് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വാർത്തകൾ കാണുന്നവർക്ക് അതറിയാം.
ഞാൻ എ കെ ഷാനിബിലേക്ക് അങ്ങനെ പോകുന്നു. തോന്നി. അത് അങ്ങയുടെ തോന്നലിന്റെ പ്രശ്നമാണ്. അങ്ങയുടെ തോന്നലിന്റെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എ കെ ഷാനിബ് ഇപ്പോൾ ആരാണ് സംരക്ഷകർ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഷാനിബ് ആരാണ് സംരക്ഷകർ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ സംരക്ഷണത്തിൽ ഇപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കൾ, കർണാടകയിലെ ചില നേതാക്കൾ, അവിടെ ഒരു അഭിഭാഷകയുടെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതനായി നിൽക്കുന്നതെന്നും അവിടെ നിന്ന് ചില വിവരങ്ങൾ, അവർക്ക് വേണ്ട വിവരങ്ങൾ പോലീസിൽ നിന്ന് ചിലർ നൽകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ 10ാം ദിവസത്തിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ അറസ്റ്റ് വിലക്കുന്നു എന്നുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു കേസിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അറസ്റ്റ് വിലക്കില്ല എന്ന് വേണമെങ്കിൽ വായിക്കാം. ആ കേസ് അവിടെ നിൽക്കുകയാണ്. അതിൽ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം തിങ്കളാഴ്ചയാവുകയുള്ളൂ. അപ്പോൾ ആരാണ് സംരക്ഷകർ? എ കെ ഷാനിബ്. തീർച്ചയായും നമ്മുടെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ അനിൽ ബോസ് അദ്ദേഹം സംസാരിച്ച് അത് പൂർണ്ണമായി നമ്മൾ വേറെ ഇടപെടലൊന്നുമില്ലാതെ അത് പൂർണ്ണമായി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. അയാൾക്ക് തിരിച്ചു വരാനുള്ള വഴികളുണ്ട് എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്നത്. അല്ലാതെ അയാളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടൊരു നിലപാട് അനിൽ ബോസും ഈ ചർച്ചയിൽ പോലും എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് പെൺകുട്ടികൾ പരാതി പറയാൻ മുന്നോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇയാൾക്ക് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ഇയാൾ MLA ആണ്. ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പമുള്ള, ഇപ്പോൾ വടകര MP ആണെങ്കിലും കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയപ്പെടുന്ന നേതാവുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന, ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും അവർ അനുഭവിക്കുന്ന ഈ അതിക്രമങ്ങൾ, ഈ പറയുന്ന ഈ ഫാൻസ് അസോസിയേഷനായിട്ടുള്ള ഈ വടകര MPയുടെയും ഈ പറയുന്ന സൈക്കോപാത്തിൻ്റെയും ഫാൻസ് അസോസിയേഷൻകാർ നടത്തുന്ന ഈ അതിക്രമങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്ന അവിടെയാണ്. ഇവർക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇയാളെ MLA സ്ഥാനത്ത് പുറത്താക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അനിൽ ബോസ് തന്നെ, ബഹുമാനായ അനിൽ ബോസ് തന്നെ അങ്ങ് പറഞ്ഞു, അങ്ങേക്കും അറിയാമല്ലോ എന്ന് അനിൽ ബോസിനോട് പറയുമ്പോൾ അദ്ദേഹം അതിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. എവിടെ അറിയാമെന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളല്ലല്ലോ, ഞാൻ എല്ലാ ചർച്ചയിലും നമ്മളിത് പറയുകയാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഉമാ തോമസ് MLAയും അതുപോലെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും KC വേണുഗോപാലിൻ്റെ പത്നിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെ അർഹനല്ല എന്ന് കൃത്യമായി പറഞ്ഞത് വെറുതെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്തല്ലല്ലോ. അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. ശരിയായ രീതിയിൽ അങ്ങ് ചോദിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ ശ്രീ അനിൽ ബോസ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം എന്നിട്ടും പറയുന്ന അയാൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കേസിൻ്റെ പ്രശ്നവും. ഇത് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ VD സതീശനെ പോലെയുള്ള നേതാക്കൾ ഇയാളെ പുറത്താക്കണം, ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, ഇയാളെ എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം, ഇയാൾക്കെതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം, ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിന് ശേഷം, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിന് ശേഷവും ഇയാൾ പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റെല്ലാം പോയിക്കോട്ടെ, വോട്ട് ചോദിക്കാൻ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരും എന്നൊക്കെയാണല്ലോ കോൺഗ്രസ് ന്യായീകരിച്ചത്. എനിക്ക് ബഹുമാന്യനായ അനിൽ ബോസിനോടുള്ള നേരിട്ടുള്ള ചോദ്യം, ഇയാളെ പ്രൈമറി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം, ഇയാൾ പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇയാൾ എങ്ങനെയാണ് സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുത്തത്? UDF സ്ഥാനാർത്ഥികളുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രിക, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇയാൾ പങ്കെടുക്കുകയാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി, പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ് അദ്ദേഹം. ഇയാളുടെ എല്ലാ പരിപാടിയിലും, തറക്കല്ലിടൽ പരിപാടി എന്ന പേരിൽ ഇയാൾ നടത്തിയ, നടിമാരെ കൊണ്ടുവന്നൊക്കെ നടത്തിയ പരിപാടികളിലൊക്കെ പ്രധാന ആളായിട്ട് ഇവർ നിൽക്കുകയാണ്.
അപ്പോൾ കഴിഞ്ഞ ആ ദിവസം വരെ എല്ലാ സംരക്ഷണവും കൊടുത്തു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അയാൾ ഒളിവിലാണ്. എങ്ങനെയാണ് ഇതുപോലൊരാൾക്ക്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് ഇതുപോലെ കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരം, അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു വിവരം കിട്ടിയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ കർണാടകയിലാണ് ഇയാൾ ഉള്ളത് എന്ന വാർത്തകൾ വരുന്നുണ്ട്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് നേരെ ഇയാൾക്ക് കർണാടകയിൽ പോയി അവിടെ സുരക്ഷിതനായിട്ട് ഇരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവിടെ ഇരുന്ന് വക്കീലിനെ ബന്ധപ്പെടാൻ കഴിയുന്നത്? എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും? ആ കർണാടക പോലീസ് കൂടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ കേരള പോലീസിനെ ഇടപെട്ടിട്ട് ഈ പ്രതിയെ പിടിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് ആ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോഴും അയാൾക്ക് സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജിൻ്റെ വാർത്ത, ഇന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, റിനി ആൻഡ് ജോർജിൻ്റെ വീട്ടിൽ പോയി ഒരാൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനിയെങ്ങാനും ഈ സൈക്കോപാത്തിനെതിരെ പറഞ്ഞാൽ നിങ്ങളെ വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ അവർ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ചെയ്യുന്നത് ഇത്രയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്യുന്നത് ചോദ്യം സ്വാഭാവികമായും സർക്കാരോടുണ്ടാകും. ഈ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദ്യമുണ്ടാകും. മുഖ്യമന്ത്രി ഇപ്പോൾ 2 ദിവസമായി മുഖാമുഖം തുടങ്ങിയിട്ട്, മുഖാമുഖം 5 ദിവസത്തേക്കാണല്ലോ. ഈ 2 ദിവസവും കോൺഗ്രസിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നുണ്ട്. പോലീസ് നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് നടപടി എടുത്തുകൊള്ളും എന്ന വാചകങ്ങളിൽ അദ്ദേഹം ചുരുക്കുകയാണ്. പോലീസാണല്ലോ ഇനി ആക്ട് ചെയ്യേണ്ടത്. ഇനി പോലീസിനാണ് നടപടിയെടുക്കാൻ കഴിയുക. 10 ദിവസമായിട്ടും പോലീസിനെ കൺവെട്ടിച്ച് ഇയാൾക്ക് പോകാൻ കഴിയുന്നെങ്കിൽ പോലീസിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ തന്നെ അറിയാം, നമുക്കറിയാം, ഇന്ന് മറ്റൊരാളുടെ, ഒരു രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതായിട്ടുള്ള വാർത്ത, ഇപ്പോൾ തൊട്ട് മുമ്പ് ആ വാർത്തയാണല്ലോ നിങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതുപോലെയുള്ള ആളുകൾക്കെതിരെ നമ്മൾ നടപടിയെടുക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി, ഒരു പരാതിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്ന പേരിൽ ഒരു ഫോട്ടോ, ഒരു കല്യാണ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലും ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ കേസെടുക്കുന്നുണ്ട്. വെറുതെ കേസെടുത്ത് വിടുന്നു എന്നല്ല, എല്ലാ തെളിവുകളോടും കൂടി കേസെടുക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ശക്തമായ ഇടപെടലുകൾ കോടതി നടത്തുന്നു. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഷാരിഫ്, അവിടുത്തെ ഏതൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ സംരക്ഷണയിലാണ് എന്നും പേരില്ലാതെ പറയുന്നുണ്ട്. അവിടെ ഒരു അഭിഭാഷകയാണ് ഒളിത്താവളം ഒരുക്കിയെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾ കിട്ടുന്നെങ്കിൽ പോലീസിന് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഷാനിബിന് കേട്ടുകൂടെ? ഷാനിബ്, ഞാൻ ചോദിച്ചത് ഇപ്പോൾ കർണാടകത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സഹായത്തോടു കൂടി അവിടെ ഒളിവിൽ കഴിയുകയാണെന്ന് പറയാം. ഒരു അഭിഭാഷകയുടെ വീട്ടിലാണെന്നാണ് കേൾക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾ കിട്ടാമെങ്കിൽ പോലീസിന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും? അപ്പോൾ പോലീസിന് എന്താണ് തടസ്സം? ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയായിരിക്കും പോലീസിനെ സംബന്ധിച്ച് എന്ന് പറയുകയാണ്. കേരള പോലീസിന്റെ റോൾ എന്താണ് ഇക്കാര്യത്തിൽ? ഈ പറയുന്ന റിനിക്ക് നേരെ വധഭീഷണി ഉണ്ടാക്കാനും വീട്ടിലെ ഗേറ്റ് അടിച്ചു തകർക്കാനും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താനും പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അല്ല, തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിനി പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിലെ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. കർണാടകയിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിടുക്കം കാണിക്കുന്നതായിട്ട് എന്തായാലും നമുക്കാർക്കും അഭിപ്രായമില്ലല്ലോ. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇയാൾക്കെതിരെ കേരള ഗവൺമെൻറ് CPM ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള അധിക്ഷേപമായിരുന്നല്ലോ. രാഷ്ട്രീയപരമായി കേസെടുക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെയൊക്കെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നമുക്കെന്തോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾ സംസാരിക്കുന്നത് പെൻഷനെ കുറിച്ചും വീട് കൊടുത്തതിനെ കുറിച്ചും മറ്റേ ഈ സ്ത്രീകൾക്ക് പെൻഷൻ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുത്തതിനെ കുറിച്ചും യുവാക്കളെ പെൻഷൻ കൊടുത്തതിനെ കുറിച്ചും റോഡ് വികസനത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ വിഷയം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു, അതിൻ്റെ വീഡിയോ വരുന്നു, ആളുകൾ ഇയാളെ കൂക്കി വിളിക്കുന്നു. ഇങ്ങനൊരു വിഷ്വൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം വികസന കാര്യങ്ങളോടൊപ്പം അതൊരു ബോണസ്
കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് വ്യക്തിപരമായി ഇയാൾ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് 2 ഇടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ നയം അതല്ല, നമ്മുടെ നിയമപരമായ കാര്യവും അതല്ല. അയാൾക്ക് ഇനിയിപ്പോൾ അയാൾ എത്ര കടോര ഹൃദയനാണെങ്കിലും അയാൾക്ക് ഈ പറയുന്ന നിയമത്തിന്റെ വഴിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും കൂടിയുള്ള സമയം കൊടുത്ത് വ്യക്തമായ തെളിവുകളോടെ എന്നുള്ള വാദം പറയരുത്. രണ്ടിൽ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പോലീസ് പരക്കം പാകുകയാണെന്നൊരു വസ്തു പറയുക, അതിനുശേഷം നിയമപരമായൊക്കെ നീങ്ങട്ടെ, സാവകാശം അങ്ങോട്ട് ഒരു തിരക്കുമില്ല. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇത്രയും ദിവസം തിരക്ക് അഭിനയിക്കുകയായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് അതല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അയാളെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ പേര് പറയണം, ആരൊരുക്കുന്നു, അയാളെ പിടിക്കണം, അയാൾക്കെതിരെയും കേസ് എടുക്കാമല്ലോ. ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയാൽ അയാൾക്കെതിരെയും കേസില്ലേ? അല്ല, വരും ദിവസങ്ങളിൽ ഉറപ്പാണല്ലോ അതെല്ലാം വരുമല്ലോ. വരും ദിവസങ്ങളിൽ അതിന്റെ മുഴുവൻ തെളിവുകളും എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ പോകട്ടെ എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് തിരിച്ചു പറയുമ്പോൾ അതിനൊരു മറുപടി വേണമെന്നേ. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വേണമെങ്കിൽ അയാളെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അയാളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന ഒരു വീഡിയോ വന്ന് ആളുകൾ കൂക്കി വിളിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്കൊരു ബോണസാണ്. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമേ അല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പെൻഷൻ കുടിശ്ശിക ഇല്ലാത്തതും ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചതും ആ കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കേസല്ലല്ലോ. ഇത് പെൺകുട്ടികൾ കോടതിയിലെ 2 ഉത്തരവുകൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ബാധിക്കാതെ? അനുകൂലമാണോ പ്രതികൂലമാണോ? 2 കാര്യങ്ങളും പറയാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുമുണ്ട്, ശ്രീ കെ എം ആന്റണിയുമുണ്ട്. രണ്ടുപേരിലും ശ്രീ കെ എം ആന്റണി, പോലീസ് ഇപ്പോൾ തിരച്ചിൽ തുടങ്ങിയിട്ട് 9 ദിവസമായി. ഈ കേസ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പൊതുമധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ ജനം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരു അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. അന്ന് മൊഴി നൽകിയില്ല. പക്ഷെ പിന്നീട് ഇവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളുണ്ട്. ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിനാകുമല്ലോ. ഇനി പരാതി നൽകിയ ശേഷവും ആ തരത്തിലുള്ള നീക്കങ്ങളാകാമല്ലോ. അതൊന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ 10ാം ദിവസത്തിലെത്തുമ്പോഴും ഒരു നടപടിയുമില്ല. അപ്പോൾ ഒരു കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നു, മറ്റൊരു കോടതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുമില്ല. 2 കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. കോടതിയിൽ വരുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ സാഹചര്യം നോക്കിയാൽ പോലീസ് എന്തിനാണ് മുടന്തിയത്? എന്നിട്ട് പുറത്തേക്ക് വലിയ തിരച്ചിലേക്ക് തീങ്ങിയിരിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശ്രീ കെ എം ആന്റണി. സ്മൃതി, ഈ പറഞ്ഞ കാര്യം അതിന് വ്യക്തമായിട്ട് ചില കാരണങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു 3 മാസമായിട്ട് പൊതുമണ്ഡലത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏതാനും യുവതികളുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംഗിക ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അയാളെ പോലീസിന് സർവൈലൻസ് നിർത്തുവാനോ അല്ലെങ്കിൽ നാളെ ഇയാളുടെ പേരിൽ ഒരു കേസ് വരുമെന്ന് കരുതി അയാളെ പിടിച്ചു നിർത്തുവാനോ പോലീസിന് സാധിക്കില്ല. അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തില്ല. പിന്നെ മറ്റൊരു കാര്യം അതിന് മറുപുറമായിട്ട് ഞാൻ പറയാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇയാൾ എങ്ങനെ സുരക്ഷിതമായിട്ട് ഒളിവിൽ ഇത്രയും നാൾ 10 ദിവസമായിട്ട് കേരള പോലീസിന് പിടിക്കാൻ പറ്റാത്ത ആ രീതിയിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം. അതായത് ഈ പൊതുമണ്ഡലത്തിൽ 3 മാസം മുമ്പ് ഉയർന്ന ഒരു വിഷയത്തിൽ ഒരു MLA ആയിട്ടുള്ള അത്യാവശ്യം അല്ലെങ്കിൽ നല്ല രീതിയിൽ ബന്ധങ്ങളും സ്വാധീനവുമുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം വരുന്ന മുറയ്ക്ക് തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കേസ് വരികയാണെങ്കിൽ എങ്ങനെ ഒളിവിൽ പോകണം, എങ്ങനെ അതിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ പ്ലാനിങ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഉണ്ടായിരിക്കുമെന്നുള്ളതും കൂടെ നമ്മൾ കരുതണം. ഇപ്പോൾ മുമ്പ് പറഞ്ഞു ഈ കർണാടകത്തിൽ ഏതോ കോൺഗ്രസ് ബന്ധമുള്ള ഒരു അഭിഭാഷകയുടെ സംരക്ഷണയിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ വ്യക്തമായിട്ട് കിട്ടിയാൽ കേരള പോലീസ് മടിച്ചിരിക്കുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ അത് കോടതി അറസ്റ്റ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പോലീസിൽ നിന്ന് വിവരങ്ങൾ കൃത്യമായി അഭിഭാഷകയിലേക്ക് എത്തുന്നു എന്ന് കൂടിയാണത്രേ. ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഈ അഭിഭാഷകയുടെ പക്കൽ ഈ പ്രതി ഉണ്ട് എങ്കിൽ പോയി അവിടെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നതിന് ഒരു തടസ്സവുമില്ല.
ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താനും പറ്റും. ഞാൻ പറയുന്നത് അത് തെറ്റായ വിവരങ്ങൾ നൽകുന്നു. അന്വേഷണത്തെ വഴിതെറ്റിപ്പിക്കാനും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ഇയാൾ കർണാടകത്തിൽ ഉണ്ട് എന്ന് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരുമാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ബാംഗ്ലൂരിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലോ ആണെന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ആവണമെന്നില്ല. നമ്മൾ പറയും പോലെ ഒളിവിൽ പോയ ഇതേ രീതിയിലുള്ള ഇത്രമാത്രം സ്വാധീനവും ശേഷിയും നിയമസഹായത്തിന് ശേഷിയുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പല സ്ഥലങ്ങളിൽ ഒളിവിൽ പാർക്കേണ്ട കാര്യമില്ല. ഒറ്റ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് മാത്രം പുറത്തിറങ്ങി വരേണ്ട സാഹചര്യമേ ഉള്ളൂ. അതല്ലെങ്കിൽ അത് അവിടെ ജാമ്യം കിട്ടുന്നത് വരെ തുടരാനുള്ള സംവിധാനം സജ്ജീകരിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള ആളാണ്. ഇയാളൊരു MLA ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രമുഖ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സാധാരണ പ്രതിയെ പറ്റി കണക്ക് കൂട്ടുന്ന രീതിയിലേക്ക് രാഹുൽ മാക്കൂട്ടം പോലെയുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയെ കണക്കാക്കാൻ പറ്റില്ല. കേരള പോലീസിന് എന്തിനവിടെ ഒളിച്ചു കളിക്കണം? രാഹുൽ മാക്കൂട്ടത്തിന് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നിപ്പം അറസ്റ്റ് 15-ാം തീയതി വരെ, അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അറസ്റ്റ് വേണ്ട, അല്ലെ അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല. പക്ഷേ കേസ് മറ്റന്നാൾ തിങ്കളാഴ്ചത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ടിലും കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അറസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ്, 2 കേസുകളിലാണ്. നമുക്ക് ഈ കേസിൻ്റെ ഒരേ വ്യക്തിയെ തന്നെയാണ് ഉയർന്ന കോടതി, ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കാലാവധി പറഞ്ഞ് വെച്ചിട്ടുണ്ട് എങ്കിൽ 2 ദിവസം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ശ്രമിക്കാൻ ഇന്നലെയും ഇന്നുമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയിലെത്തിയ കാര്യങ്ങൾ. അതുവരെയുള്ള ദിവസങ്ങളോ? അതുവരെയുള്ള ദിവസങ്ങളിൽ പോലീസ് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചുവെന്ന് അല്ലെങ്കിൽ ശ്രമിച്ചുവെന്ന് തന്നെ പറയാൻ പറ്റൂ. ആ ഒളിവിൽ പോകുന്ന പ്രതിയുടെ കഴിവും അതുപോലെ തന്നെ പോലീസിൻ്റെ ശേഷി ഇത് തമ്മിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണല്ലോ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ പ്രതി എവിടെ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും പോലെ അല്ല പോലീസിൻ്റെ അന്വേഷണം. വെറും കോൾ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു ടവർ ലൊക്കേഷനോ മാത്രം ആശ്രയിച്ചുമല്ല. ഇത് പല രീതിയിൽ ഇയാളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് രഹസ്യമായിട്ട് ഇൻഫർമേഷൻ വാങ്ങി മറ്റുമാണ് ഇത് അന്വേഷിക്കുന്നത്. ഒരു പ്രതിയെ പിടിക്കുന്നതിന് പല രീതിയിലുള്ള വഴികൾ പോലീസ് തേടും. അപ്പോൾ അതിൽ എല്ലാം ഏത് രീതിയിലും പിടിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കേരളത്തിനുള്ളിൽ ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെ എൻ്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അയാൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഒളിവിൽ താമസിക്കുന്നത്. കർണാടകത്തിനേക്കാൾ കൂടുതൽ ഒളിവിൽ താമസിക്കാൻ സൗകര്യം ഒരു മലയാളിക്ക് തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട്ടിലാവുമ്പം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല. കാരണം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ബാംഗ്ലൂരിൽ സിറ്റിയിൽ ഒളിവിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ മാത്രമേ പറ്റൂ. ഒരു വാഹനത്തിൽ സഞ്ചരിക്കണം, CCTV ഉണ്ടാവാം, ഇനിയിപ്പോൾ ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ പോകാമെന്ന് വിചാരിക്കാം. ഏത് രീതിയിലാണെങ്കിലും അവർക്കതിനെ സംബന്ധിച്ചൊരു പ്ലാനിംഗ് ഉണ്ട്. ചെറുപ്പക്കാരാണ് ഇന്നുള്ള ഏത് നൂതന സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ഒളിവിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിടിപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ നേരത്തെ തന്നെ ഈ 3 മാസത്തിന് മുമ്പ് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ജാമ്യം കിട്ടിയ സ്ഥിതിക്ക്, മറ്റൊരു കേസിലൂടെ ജാമ്യത്തിനായി അപേക്ഷ കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് പോലീസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പോലീസിൻ്റെ ഇതിനു വേണ്ടിയുള്ള ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഊർജിതമായിട്ടുള്ള അന്വേഷണം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ 2 ദിവസത്തേക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറവായിരിക്കുമെന്നാണ്. കാരണം ഈ വ്യക്തിക്ക് SITയുടെ നേതൃത്വത്തെയൊന്നും ആരും സംശയിക്കുന്നില്ല. SIT അവിടെ ഇപ്പോൾ 2ാമത്തെ കുട്ടിയുടെ മൊഴി എടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ മൊഴി കിട്ടാതിരിക്കുന്നത് SITക്ക് വലിയ സമ്മർദ്ദവുമാണ്. കാരണം മറ്റന്നാൾ കോടതിയിൽ റിപ്പോർട്ട് നൽകണം. അതല്ല ഞാൻ ചോദിച്ചത്. ഈ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ളതാകാം, അതല്ലെങ്കിൽ പോലീസിലെ മറ്റാരെങ്കിലും ആകാം ഇതിന്റെ ഈ നടപടികൾ കൃത്യമായി അറിയുന്ന. പോലീസിൽ നിന്ന് വിവരം അവിടേക്ക് കൊടുക്കുന്നുണ്ട്. ഈ പോലീസ് സംവിധാനം മുഴുവൻ ധാർമ്മികമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലതും പുറത്തേക്ക് പറയേണ്ടി വരും. ഇല്ല, ഞാൻ അങ്ങനെ പോലീസിൻ്റെ മൊത്തമായിട്ടുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുക്കുന്നൊന്നുമില്ല. ഇപ്പം ഈ SIT അല്ലെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നവരും തന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ഒറ്റി കൊടുത്താൽ പോലും
അങ്ങനെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഒരു പോലീസ് ടീം മുന്നോട്ട് നീങ്ങുന്നത്. അത് ഒരു രീതിയിലല്ല, ഇന്റലിജൻസിന്റെ കളക്ഷനുണ്ട്, ഏതൊക്കെ രീതിയിലാവാമെന്നുള്ളതുണ്ട്. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും കേരള പോലീസിനെ കയറി സംശയിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കേസിൽ പിടികൂടാൻ പറ്റാത്തത് അത് പ്രതിയുടെ തന്നെ കഴിവാണ്, അല്ലെങ്കിൽ അയാളുടെ ആ പ്ലാനിങ്ങിലുള്ള അയാളെ ഇതിന് മുൻകരുതൽ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്. അതിന് അയാൾക്കുള്ള ശക്തമായിട്ടുള്ള സഹായം പല രീതിയിലും, അത് രാഷ്ട്രീയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അയാൾക്ക് ഏത് രീതിയിലുള്ള സഹായം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 10 ദിവസം കൊണ്ട് പോലീസിന് പിടികൂടാൻ സാധിക്കാതെ വന്നത്. ഇനിയിപ്പോ നാളെ കൂടെ കരുതി കഴിഞ്ഞാൽ മറ്റന്നാൾ അയാളുടെ ജാമ്യ അപേക്ഷയിൽ ഒരു കേസിലൂടെ വിധി വരാൻ പോവുകയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ശരി, അതിനു മുൻപ് ആ മൊഴിയൊക്കെ എടുക്കേണ്ട ഒരു കാര്യം കൂടി SITക്ക് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായും അനുകൂലമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാമോ? കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബന്ധം, അതായത് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധം അത് കൺസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യം, അതായത് ബന്ധമുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. സാധാരണ ഇത്തരം കേസുകളിൽ പൂർണ്ണമായും നിരാകരിക്കാറുണ്ട്. അങ്ങനെയല്ല, ബന്ധമുണ്ട് എന്ന് സമ്മതിക്കുന്നു. അതിൽ റേപ്പ് ഇല്ല എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് എത്രത്തോളം കോടതിയിൽ നിർണായകമാണ്? കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി എടുക്കുമ്പോഴായാലും റേപ്പ് എന്ന വാദത്തിന് വലിയ ബലം ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ഏറ്റവും ബലമായത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. അപ്പോൾ അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? അതെ, ട്രയൽ കോടതി ഹൈക്കോടതി ഓർഡറിനേക്കാൾ വിശദമായിട്ട് ട്രയൽ കോടതിയുടെ ഓർഡറിൽ റേപ്പ് നിൽക്കുന്നില്ല എന്നാണ് ട്രയൽ കോടതി ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പരാതിക്കാരി തന്നെ വിവാഹ വാഗ്ദാനം നൽകി എന്ന ഒരു കേസില്ല. കാരണം അവർ വിവാഹിതയായിരുന്നു. അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി ഇല്ല എന്ന് ട്രയൽ കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, കൺസെൻഷ്യൽ ആയിരുന്നു, ആദ്യമേ കൺസെൻഷ്യൽ ആയിരുന്നു എന്ന് പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ആ കൺസെന്റ് ഇല്ലാതായി, പിന്നീട് നിർബന്ധമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നാണ് പരാതി. പക്ഷെ അത് മേക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ട്രയൽ കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പ്രതി അവിടെ ചില വാട്സപ്പ് ചാറ്റുകൾ, അതായത് ഈ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക ചോദിച്ചു എന്നുള്ള തെളിവ് കൊടുത്തപ്പോൾ അത് നിഷേധിക്കുന്നില്ല. അതിന് പകരം പ്രോസിക്യൂഷൻ ചെയ്യുന്നത് ആ എൻ്റയർ വാട്സപ്പ് ചാറ്റ്, അതിൻ്റെ മുഴുവൻ എവിഡൻസും പ്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്ത സന്ദർഭങ്ങൾ, അതിനുശേഷം അത് പ്രതി അതിനെ നിർബന്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ പിൽസ് സ്വയം കഴിച്ചതാണെങ്കിലും അതിലെ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണ എന്ന് പറയുന്നത്, ആ പ്രേരണ ഉള്ളത് കാരണം ഫോഴ്സിബിൾ ആയിട്ട് അതിൻ്റെ ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സ്വമേധയാ ചെയ്തതല്ല. അപ്പം ഗർഭഛിദ്രത്തിന് പ്രചോദനം നൽകി, അതാണ് കുറ്റം, ആ ഒരു കുറ്റം നിൽക്കുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ്. ഇതെല്ലാം പ്രഥമ ദൃഷ്ട്യാ ഉള്ള നിഗമനങ്ങളാണ്. ഈ പ്രഥമ ദൃഷ്ട്യാ ഉള്ള നിഗമനങ്ങളിൽ പോലും പരാതിക്കാരി സമ്മതിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്ന, ട്രയൽ കോടതി റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് അവർക്ക് ബൈൻഡിങ് ആയിരിക്കും. കാരണം ഒരു പ്രാവശ്യം പറയുകയാണ്, ഈ എൻ്റെ അലിഗേഷൻ വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്. അപ്പൊ അത് പ്രതിയെ സംബന്ധിച്ച് ആ കാര്യങ്ങളിലൊക്കെ ബലം കിട്ടുന്ന ഒരു ഭാഗമാണ് പ്രതിക്ക്, രാഹുൽ മാങ്കൂട്ടത്തില്ല. ഇന്ന് ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി വീണ്ടും, ഇന്ന് ഹൈക്കോടതിയുടെ ഹിയറിംഗ് ഞാൻ കണ്ടിരുന്നു ഓൺലൈനായിട്ട്. അതിൽ ഹൈക്കോടതി പറയുന്ന മാരീഡ് വുമൺ ആണ്, അതിനകത്ത് കൺസെന്റും ഉണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് റേപ്പ് എന്നുള്ള ആ ഒരു കേസ് നിൽക്കുമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഭരണഘടനാ കോടതി ആയതുകൊണ്ട് പൗരസ്വാതന്ത്ര്യം, പേഴ്സണൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള കാര്യവും കൂടി പറഞ്ഞിരുന്നു. ബാക്കി ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചോ എന്നുള്ളത് ഒരു ഫാക്ച്വൽ ആസ്പെക്ട് ആണ്. അത് അന്വേഷണം നടക്കുമ്പോഴാണ് ആ തെളിവുകൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. ഇപ്പൊ തൽക്കാലം അടുത്ത ദിവസത്തേക്ക് കോടതി കേസ് എടുക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സെഷൻസ് കോടതിയിലെ ഹിയറിംഗ് ഓൺലൈനായിട്ട് കണ്ടിരുന്നു. സെഷൻസ് കോടതി പറയുന്നത്, രണ്ടാമത്തെ കേസിൽ 2-3 സംശയങ്ങൾ. ഒന്ന്, 2023 കേസാണ്, എന്തുകൊണ്ടാണ് കാലതാമസം എന്നുള്ള ചോദ്യം വന്നിരുന്നു. അതിന് ഇങ്ങനെയുള്ള കേസുകളിൽ കാലതാമസം എന്നുള്ളതൊരു അത്ര പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല, കാലതാമസം ഉണ്ടെങ്കിലും കേൾക്കാം എന്നുള്ള വാദം വന്നു. അത് കൂടാതെ പൊളിറ്റിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ അറസ്റ്റ് എവേഡ് ചെയ്ത് നടക്കുമല്ലേ എന്നൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതിൽ ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കാൻ തയ്യാറാണ്, എൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ കൂടി കൊടുക്കാൻ തയ്യാറാണ്,
പോലീസ് അതിന് മുമ്പേ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൺസെൻഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരാതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വാദമാണ് ഇന്ന് സെഷൻസ് കോടതിയിൽ ഉന്നയിച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവും കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് കേസ് വെച്ചു. സാധാരണഗതിയിൽ ഇന്ന് മുഖ്യമന്ത്രിയും അത് തന്നെ പറഞ്ഞിരുന്നു. ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു, ആ കേസ് ഉടനെ എടുക്കാനിരിക്കുന്നുണ്ടെങ്കിൽ പോലീസ് പെട്ടെന്ന് ചെന്നിട്ട് ആ പ്രതി അറസ്റ്റ് ചെയ്യേണ്ടത് അത്യന്തം ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതായത് ആ പ്രതി ഇപ്പോഴെന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയോ അല്ലെങ്കിൽ പരാതിക്കാരിയെ ത്രട്ടൺ ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണൽ പ്രസൻസ് എൻഷുർ ചെയ്യാനാണല്ലോ. ഇദ്ദേഹം ഈ പ്രതിഭാഗത്ത് നിൽക്കുന്നയാള് അന്വേഷണവുമായിട്ട് സഹകരിക്കണം, വന്നിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് അറസ്റ്റ് എന്നുള്ളത് നിർബന്ധമായിട്ട് വരുന്നത്. ഇതിൽ സുപ്രീം കോടതി വിധികളുണ്ട്. ഈ ഡിറ്റൻഷൻ, അറസ്റ്റ് ചെയ്ത് ബെയിൽ കിട്ടാതെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ പാടില്ല. അതൊരു നോൺ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്യൂണിറ്റീവ് ആയിട്ടുള്ളതല്ല, ശിക്ഷയുടെ ഭാഗമായിട്ടുള്ള ഡിറ്റൻഷൻ അല്ല. അത് ചെയ്യുന്നത് അത് ഈ പ്രതി പെട്ടെന്ന് നിയമവ്യവസ്ഥയുടെ പുറത്തു പോകാതിരിക്കാനോ തെളിവ് നശിപ്പിക്കാതിരിക്കാനോ വിക്ടിമിനെ പരാതിക്കാരിയെ ത്രട്ടൺ ചെയ്യാതിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അതിൽ ഇങ്ങനെയുള്ള റേപ്പ് കേസുകളൊക്കെ വരുമ്പോൾ കോടതികൾ കുറെ കൂടെ വളരെ ബെയിൽ കൊടുക്കുകയാണെങ്കിൽ പോലും വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. ഒരിക്കലും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ പാടില്ല. പരാതിക്കാരിയുടെ എന്തെങ്കിലും പരാതിയുടെ സത്യസന്ധതയെ ഒന്നും ചോദ്യം ചെയ്തുകൊണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വിധികളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിക്ടിമിന്, അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു ഭീതി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകണം. ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഭരണഘടനാ കോടതി പറയുകയാണ് ഇന്ന് പേഴ്സണൽ ലിബർട്ടി അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ബെയിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. കാരണം ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ പണ്ടേ പറഞ്ഞിരിക്കുന്നത് ബെയിൽ കോടതികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൊടുക്കാൻ പറ്റുന്നിടത്ത് ബെയിൽ കൊടുക്കുക. ജയിൽ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ആയിരിക്കണം. ഈയിടെ ചീഫ് ജസ്റ്റിസ് ഗവായി അത് ഊന്നി പറഞ്ഞിരുന്നു. പണ്ടേ കൃഷ്ണയ്യർ പറഞ്ഞ കാര്യമാണ്. കോടതികൾ ഇപ്പോഴത് മറന്നുപോയിരിക്കുന്നു. പക്ഷെ നമ്മളത് വീണ്ടും അത് ഊന്നി പറയേണ്ട ഒരു സമയമായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൺസെൻഷ്വൽ ആയിരുന്നോ അല്ലയോ എന്നുള്ള ചോദ്യം. ഇവിടെ ഈ ചോദ്യം രണ്ട് കേസിലും വരുന്നു. അവിടെ കോടതികൾ നോക്കുന്നത് എന്തായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം, ഈ നല്ല ബന്ധമായിരുന്നോ, പ്രതിയും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്ന ആദ്യകാല സൗഹൃദവും നല്ല ബന്ധവുമായിരുന്നു, പിന്നീട് അത് മാറിപ്പോയതാണോ? അങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസുകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസ് നാഗരത്നയുടെ ഒക്കെ ജഡ്ജ്മെന്റ് ഉണ്ട്, അത് റേപ്പ് ആയിട്ട് വരില്ല എന്ന്. ആ കേസുകൾ രണ്ടെണ്ണം ഇന്ന് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിൽ സൈറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് കൺസെൻഷ്വൽ ആയിരുന്നെങ്കിൽ പിന്നീട് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ആ പേഴ്സണൽ സൗഹൃദം മാറിയിട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണോ, അതോ ഈ പറയുന്നത് പോലെ പെട്ടെന്ന് വിളിച്ചു വരുത്തി റേപ്പ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഉള്ളത്, അതെല്ലാം സാഹചര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കാലതാമസം വരും. അപ്പം നേരത്തെ റിട്ടയർഡ് SP പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. എല്ലാ കേസുകളിലും അറസ്റ്റ് നിർബന്ധമില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുകയാണെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു കാര്യമേ ഉള്ളൂ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് കേരള ജനതയോട് സത്യം പറയാം. ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. കോടതിയിൽ കേസിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാമായിരുന്നു. അല്ലാതെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു എന്നൊരു ധാരണ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ വളരെ വലിയ ഒരു പൊളിറ്റിക്കൽ സെൻസേഷണലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ കോടതികൾ അത് നെഗറ്റീവായിട്ട് കാണാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, ഒറ്റ കാര്യം കൂടെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായത്, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റിന് ഇപ്പോൾ വിലക്കുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാണ്. അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ രാഹുലിന് വേണ്ടി പുറത്ത് ശബ്ദിക്കുകയും അതിജീവിതകളെ അപമാനിക്കുകയും ചെയ്ത് രാഹുൽ ഈശ്വർ അകത്താണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണ്. അതില് രാഹുൽ ഈശ്വർ അതിജീവിതയുടെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഐഡന്റിറ്റി മനസ്സിലാകുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊരു ഫാക്ച്വൽ ആസ്പെക്റ്റ് ആണ്. ആ ഒരു കേസിലും എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം രാഹുൽ ഈശ്വറിനും ജാമ്യം കൊടുക്കാമായിരുന്നു, കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ വെച്ചിട്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് ഇവിടെ പുരുഷന്മാർക്ക് വളരെ പീഡനമാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ആകെയുള്ള മാറ്റം സ്ത്രീയും പുരുഷന് തുല്യാണെന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ മൂല്യം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം പ്രിവിലേജ്ഡ് ആയിട്ടിരുന്ന പുരുഷാധിപത്യ സമൂഹത്തില്
പല പ്രിവിലേജുകൾ ഇല്ലാതാകുമ്പോൾ പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിച്ചിരുന്നവർക്ക് പലർക്കും തോന്നും എന്തോ പ്രത്യേകിച്ച് പെട്ടെന്നൊരു മോശം അവസ്ഥ വന്നതുപോലെ. അങ്ങനെ ഒരു അർത്ഥമില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട രീതിയിൽ സഹകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സ് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ അഡൾട്ടറി പോലും സുപ്രീം കോടതി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലാകെയുള്ള പ്രശ്നം മര്യാദകേടായിട്ട് പെരുമാറുന്നത്. ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പേഴ്സന്റെ അടുത്തൊക്കെ മര്യാദകേടായിട്ട് പെരുമാറുന്നത് ഒരു ജനപ്രതിനിധിയുടെ അടുത്ത് നമുക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നിയമത്തില് തെളിവ് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും പൊതുജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഗ്രാഫ് താഴോട്ട് വരുന്നു. സ്വന്തം അണിയിലെ നേതാക്കൾ തന്നെ തള്ളി പറയുന്നതിനേക്കാളും വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് കിട്ടാനുമില്ല. കാരണം നേതാക്കന്മാർ തന്നെ പറയുകയാണ്, പുകഞ്ഞ പുറത്തുനിന്നൊക്കെ പറയുമ്പോൾ എത്രയോ നാളത്തെ അധ്വാനം കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് വലിയൊരു പതനം, അതാണ് വലിയൊരു ശിക്ഷ ഇപ്പൊ വന്നിരിക്കുന്നത്. ബാക്കി നിയമത്തിലെ നൂലാമൂലകള് കീറി പരിശോധിച്ച് ശിക്ഷയിൽ എത്തുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബെയിൽ കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. അന്വേഷണം സുഗമമായിട്ട് നീതിപൂർവകമായിട്ട് ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ നടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ സ്വർണ്ണപ്പാളി, ശബരിമല സ്വർണ്ണപ്പാളി വിഷയം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതൊരു വലിയ വിഷയമാണ്, അതിന്റെ ഗൗരവം ഒട്ടും കുറയ്ക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ചർച്ചയാകും. അതിലും ഒരു വിലയിരുത്തൽ ജനം നടത്തില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? തെരഞ്ഞെടുപ്പിന് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. അത് സ്വർണ്ണപ്പാളി മാത്രമല്ല, ഇതുമൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ഗ്രൗണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം അതൊന്നുമല്ല. ഗ്രൗണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം ഇവിടുത്തെ രൂക്ഷമായ വിലക്കയറ്റം, അതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടത്, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതുപോലെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, നമ്മളിൽ പലരും ചർച്ചയിൽ പങ്കെടുക്കുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും സത്യസന്ധമായി എന്റെ ഒബ്സർവേഷൻ ഈ വിഷയങ്ങളൊന്നും വളരെ ഗൗരവമായി എടുക്കുന്നില്ല. ഇന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത് വളരെ ഉത്തരവാദിത്തപ്പെട്ട എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയും. ഇപ്പം നിലവിൽ എന്തായാലും ഒരു പരാതി ഉണ്ടായി ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു, അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷിക്കട്ടെ എന്ന്, അതിനുള്ള നടപടികൾ നടക്കട്ടെ എന്ന്, പോലീസ് ആക്ട് ചെയ്യട്ടെ എന്ന്. അപ്പൊ അത് അവർ ചെയ്തോട്ടെ. നിങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് വാ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് വാ. ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പബ്ലിക്കിന്റെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഈ വിഷയമല്ലാതെ വേറൊന്നുമില്ലേ? ജനം ഒരു വാർത്ത, ഒരു കാര്യം, എത്ര വലിയ കാര്യമാണെങ്കിലും 1, 2, 3 ആവർത്തനങ്ങൾ ആളുകളെ അലോസരപ്പെടുത്തും. അത് സ്വർണ്ണപ്പാളി ആയാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളായാലും ഇനി മറ്റേതെങ്കിലും കേസുകളായാലും. അപ്പം നമ്മൾക്ക് രാഷ്ട്രീയമായി നമ്മുടെ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾ പെണ്ണ് പിടിച്ചതിന്റെ ചരിത്രം മുഴുവൻ എണ്ണാം. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ്. ആലപ്പുഴ ജില്ലയിലെ ഓരോ പാർട്ടി ഫോറത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എണ്ണി പേരെടുത്ത് പറയാൻ എനിക്കറിയാം. CPM-മായി ബന്ധപ്പെട്ട് അതൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ അത്തരം ചർച്ചയ്ക്ക് ഞാനില്ല. ഇവിടെ വീണ്ടും ക്ലാരിറ്റിയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിന്റെ പേരിലൊന്നും സ്വർണ്ണപ്പാളി മൂടിവെക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഭരണ തകർച്ച മൂടിവെക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദ്യ അവസരമാണ് അവരുടെ ആയുധം എന്ന വോട്ട് വിനിയോഗിക്കാനുള്ള അവസരം. അത് വളരെ കൃത്യമായിട്ട് അവർ വിനിയോഗിക്കും. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് LDF-ന് കിട്ടിയിട്ടുള്ളത്. ഇക്കുറി നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ, നിങ്ങൾ കാണും. ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ഈ മാധ്യമ ചർച്ചയും കോലാഹലങ്ങളുമാണോ, ജനങ്ങളുടെ യഥാർത്ഥ മനസ്സ് എവിടെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാമല്ലോ. നിങ്ങളോട് മാധ്യമപ്രവർത്തകരോട് എനിക്ക് ആധിപത്യം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തവണ അത് മാറും എന്നാണോ പറയുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആകില്ല ചിത്രം എന്നാണോ പറയുന്നത്? അല്ല, മുൻകാലങ്ങളിലുള്ള ഇടതുപക്ഷ നേട്ടം കൊയ്യാൻ അവരുടെ രാഷ്ട്രീയ നടപടികളും ഭരണ നടപടികളും കൊണ്ട് അവർക്കാവില്ല. ഞങ്ങളുടെ സ്ഥിതി അറിയാമോ? ഞങ്ങൾ സാധാരണ കോൺഗ്രസ് പാർട്ടി UDF സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഞങ്ങൾ പരാജയപ്പെടുന്നതും ജനങ്ങൾ ഞങ്ങൾക്കെതിരായതുകൊണ്ടല്ല. പലപ്പോഴും പലയിടങ്ങളിലും മുൻകാലങ്ങളിൽ ഏത് പഞ്ചായത്ത് എടുത്താലും 2, 3 റിബലുകളാണ്. ആ നിലയിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്നത്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊന്നും ലീഡർഷിപ്പിന് അധികം ഇടപെടേണ്ടി പോലും വന്നിട്ടില്ല. കാരണം ഈ സർക്കാരിനെതിരായ പൊതുവികാരത്തോടൊപ്പം നിൽക്കാൻ, പൊതുജനത്തിന്റെ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാൻ UDF-ന്റെ സാധാരണ പ്രവർത്തകർ മുകളിലോട്ടൊരു തർക്കത്തിന് പോലും വിടാതെ അതിൽ 85% സ്ഥാനാർത്ഥികളെയും താഴെ തന്നെ തീരുമാനിച്ച് വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട്. എന്തുകൊണ്ടാ?
അതിന്റെ കാരണം എന്ന് പറയുന്നത് സാധാരണക്കാരുമായി ഇടപെടുമ്പോൾ നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുക. മാർക്സിസ്റ്റുകാർ പോലും പറയുന്നത്, ഞാനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ പോയി വീട് കയറിയിട്ടുണ്ട് ഒരു മാസം മുമ്പ്. അപ്പൊ കയറുമ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് ഒന്നിച്ചു നിന്നാ മതി. മാർക്സിസ്റ്റുകാർ പറയുന്നതാണ്, നിങ്ങളൊന്ന് ഒന്നിച്ചു നിന്നാ മതി, നിങ്ങൾ കലഹിക്കാതെ നിന്നാ മതി. ഇത് സഹിച്ച് ഞങ്ങൾ മടുത്തു, നിങ്ങളൊന്ന് നേരെയായി നിന്നാൽ ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സഹായിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. CPM ഉത്തരവാദിത്തം. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ റിപ്പോർട്ടറുണ്ട്, ചോദിക്കുക. ഇവിടെ എന്റെ ഞാൻ ഇരിക്കുന്ന ഇതിന്റെ തൊട്ട് പുറകിലത്തെ ഇലക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത് CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ, CPM മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറിയുമായ ആൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കുക. അപ്പൊ അത്രയും കോലാഹലങ്ങൾ അവിടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. കോൺഗ്രസും ലീഗും മത്സരിക്കുന്നു, കോൺഗ്രസിൽ ഒരുപാട് അല്ല കോൺഗ്രസ് പാർട്ടി അല്ല ഞാൻ പറഞ്ഞ സ്മൃതി, മുൻ ചരിത്രം ഇതൊന്നും അല്ലെന്നേ. അന്ന് 50% ഈ തർക്കങ്ങളുണ്ടെങ്കിൽ ഇന്ന് 5% ഈ തർക്കം ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം അവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ, അവരോട് ഇടപെടുമ്പോൾ ഈ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും നേതാക്കൾക്കും ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അവരുടെ നിലപാടുകൾ ബോധ്യമായിട്ടുണ്ട്. ആ നിലപാടുകൾ ഗവൺമെന്റിനെതിരാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം അറിയാം, നിങ്ങൾക്ക് ചാനലാണ്, ഒന്നിലധികം ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ ആളുകൾക്ക് ബ്രേക്കിംഗ് കൊടുത്ത് ആളുകളെ കൂട്ടി നിങ്ങൾക്ക് ടാം റേറ്റ് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിലൊന്നും, ഇത് നിങ്ങളുടെ തൊഴിലാണ്. സ്മൃതി ചെയ്യുന്ന സ്മൃതിയുടെ തൊഴിലാണ്. ആ തൊഴിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കാനുള്ള വാർത്തയാണ്. ജനക്ഷേമമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, ജനനന്മയല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ പറയണ്ട. ഇവിടെ നിസ്സഹാരായ സ്ത്രീകളുടെ ശബ്ദം അത് പുറത്തേക്ക് കൊണ്ടുവരികയും അവർക്ക് പരാതി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിച്ചത് ഈ വാർത്ത കൊടുത്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പരിഹസിക്കേണ്ട. അതിന് നിങ്ങൾ വിരൽ ചൂണ്ടേണ്ടത്, അതിന് സ്മൃതി വിരൽ ചൂണ്ടേണ്ടത് ഗവൺമെന്റിനെതിരെയാണ്. സ്ത്രീകൾക്കൊപ്പം, ഇരകൾക്കൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഒളിച്ചു പോയി സുഖിച്ചു എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അയാളെ പിടിക്കാൻ കഴിയാത്ത അയാളെ സ്മൃതി രണ്ട് കൂട്ടുകാരും ചോദിക്കാനുള്ള ചോദിച്ചല്ലോ, അങ്ങ് കേട്ടതല്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അറസ്റ്റ് ചെയ്യേണ്ട ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുന്നത്, നിങ്ങളെ ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇല്ലാത്തൊരു കഥ ചമച്ച് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കഴിവുകെട്ട ഒരു ഭരണകൂടമാണെന്ന് പറയാൻ നിങ്ങൾ മടിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ വിയോജിപ്പ്. ശ്രീ കെ ഷാനി, ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞ കേട്ടല്ലോ, ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുക ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അഴിമതിയും പ്രധാനപ്പെട്ട വിഷയമാകും. ഇനി അതല്ല, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉന്നയിച്ചാലും ഇല്ലെങ്കിലും അതാണ് പ്രതിഫലിക്കുക എന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിഷയമാക്കുന്നത് കേരളം കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിഷയമാക്കുന്നത്. ഞങ്ങൾക്കത് അത്ര ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെ സമീപിക്കാൻ കഴിയും. UDF കാലത്തും LDF കാലത്തും ഉണ്ടായ കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം ഊന്നിയല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ വിഷയം സ്മൃതി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് പറയുന്നതിലൊക്കെ ഒരു നീതികേടുണ്ട്. കാരണം ആ പെൺകുട്ടി പരാതി പറയാൻ തയ്യാറാകുന്നത്, അത് കേസാകുന്നത്, ഇതൊന്നും ഇടതുപക്ഷത്തിൻ്റെ അജണ്ട അല്ലല്ലോ. ഇടതുപക്ഷം അതിനുവേണ്ടി എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പരാതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് മുഴുവൻ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ ചോദ്യം ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ്. സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞിരുന്നു. ഈ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ സൈക്കോപാത്ത് നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടി ഭീഷണിയിൽ ഇയാളുടെ വെർബൽ അബ്യൂസ് കഴിഞ്ഞ് ഇയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ, ഇയാളുടെ ചീത്തവിളി സഹിക്കാൻ വയ്യാതെ ആ പെൺകുട്ടി ബോധം കെട്ട് വീഴുകയും ആ സമയത്ത് ഈ പറയുന്ന വടകര MP ഷാഫി പറമ്പിൽ 2 മണിക്ക്, പാതിരാത്രി 2 മണിക്ക് ഈ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഷാഫി പറമ്പിൽ പറയേണ്ടതാണ്. ഇതുവരെ അക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ
ഈ അയാൾ നേരിട്ട് സംരക്ഷണം കൊടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. തുടർന്നും അത് തുടരുകയാണ്. ഇപ്പം ഇന്ന് പോലും അയാളുടെ പ്രതികരണം വന്നത് ഏതെങ്കിലും തരത്തിൽ അയാളെ തള്ളി പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പോലും വന്നില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പറഞ്ഞത് അയാൾക്കെതിരെ വല്ലാതെ കളിച്ച കൂടുതൽ പറയും എന്നാണ്. പിന്നെ കെ മുരളീധരൻ പറഞ്ഞത് മതിൽ ചാടാൻ വേണ്ടിയിട്ടല്ല MLA ആക്കിയത് എന്നാണ്. VD സതീശൻ പറഞ്ഞത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇപ്പോഴും ഷാഫി പറമ്പിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ സമീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാതെ മറ്റൊരു വിഷയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിക്കുകയാണ്. അത് ആർക്കും വേണ്ടിയിട്ടത് ചെയ്യുന്നത്? ഇത് ഷാഫി പറമ്പിൽ അവിടെ പറഞ്ഞതിന് ശേഷം ഇതിനെന്തിനാ മറുപടി പറയുന്നത്? ഒരു പാർട്ടി പ്രവർത്തകനെതിരെ ആരോപണം വന്നു, അയാൾക്കെതിരെ ചെയ്യേണ്ട എല്ലാ നടപടികളും കോൺഗ്രസ് പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി എല്ലാ അർത്ഥത്തിലും ഒരാളെ പുറത്തു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് സംരക്ഷണം കൊടുക്കുന്ന CPM ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം കൊടുക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. മനസ്സിലായില്ലേ? അതെ, ഒരു രാഷ്ട്രീയ നിങ്ങൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ് നടപടി സ്വീകരിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കേരള ഗവൺമെന്റ് ആണെന്ന്. അനിൽബോസ് ഒരു നിമിഷം, ഷാഫി പറമ്പിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് സംരക്ഷണം ഒരുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ സ്മൃതി, ഞങ്ങൾ പരാതി ചോദിച്ചോട്ടെ, ഷാഫിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും ഒടുവിൽ അങ്ങ് പറഞ്ഞ തുടക്കത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളി പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ മിനിഞ്ഞാന്നുള്ള പ്രതികരണത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നത് രാഷ്ട്രീയ നേതാവ്, വളർന്നു വരുന്ന യുവ നേതാവ് എന്ന നിലയ്ക്കുള്ള സൗഹൃദമുണ്ടായിരുന്നു, അതല്ലാതെ വ്യക്തിപരമായി ഒരു ക്രിമിനൽ രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന അറിഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി പറയുന്നത്. അങ്ങനെ ഉള്ള ഒരാളെ തള്ളിക്കളയുന്നു എന്ന വാചകം തന്നെയാണ് ഷാഫിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആത്മാർത്ഥതയൊക്കെ അങ്ങ് വേണമെങ്കിൽ വിലയിരുത്തിക്കോളൂ, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രതികരണം കേട്ടു. ആ പ്രതികരണത്തിൽ പറഞ്ഞത് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന് മാത്രമാണ് ഞാൻ പിന്തുണ കൊടുത്തത്, ബാക്കിയുള്ള ആക്ടിവിറ്റീസിനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹം അതിന് വിലക്കിയില്ല എന്നാണ്. അപ്പോൾ ഒരാളെ രാഷ്ട്രീയ നേതാവായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ, സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പോൾ, MLA ആക്കുമ്പോൾ മറ്റേ ആക്ടിവിറ്റീസ് അയാൾ അറിഞ്ഞിട്ടും അതിന് ഞാൻ പിന്തുണ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് ഒഴിഞ്ഞു മാറാനാവില്ല. പിന്നെ ഷഹനാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ് ഷഹനാസ് പറയുന്നത് ഞാൻ മുൻപ് തന്നെ ഇയാൾക്ക് പരാതി കൊടുത്തിരുന്നു, ആ പരാതിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ക്രിമിനൽ പരാതി ഒന്നും കിട്ടിയിട്ടില്ല, ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ എന്ത് പരാതിയാണ് കിട്ടിയത്, എന്താണ് അതിൽ ചെയ്തത് എന്നുകൂടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട MP ആണല്ലോ. കിട്ടിയ പരാതി എന്തായിരുന്നു, അദ്ദേഹം എടുത്ത നടപടി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് പറയാൻ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. കാരണം ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ഉന്നയിക്കുന്ന കാര്യം ഇയാളെ നേതൃത്വത്തിൽ കൊണ്ടുവരരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ പരാതി മാത്രമല്ല നിരവധി പെൺകുട്ടികൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഇയാളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നതിന് മറുപടി പറയാതിരിക്കാൻ അദ്ദേഹത്തിന് ആവില്ല. അല്ലാതെ ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിനാണ്, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ് പിന്തുണ കൊടുത്തത്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് സമ്മതിക്കൽ കൂടിയാണ്. അല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയണം. എൻ്റെ മുമ്പിൽ പരാതി എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയണം. VD സതീശന് പരാതി എത്തുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഷാഫി പറമ്പിലിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അയാളെ സംരക്ഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. ആ സംരക്ഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായ ബോധ്യമാണ്. അതിന്റെ തെളിവുകൾ കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പൊ ആരാണ് സംരക്ഷിച്ചത്, ആരാണ് ഒളിവിൽ പോകാൻ സഹായം ചെയ്തതെന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അന്ന് രാഹുലിനെതിരെ അടിസ്ഥാനത്തിൽ അങ്ങ് നടത്തുന്ന വിലയിരുത്തലായിട്ടല്ലേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുകൾ വേണം. നമ്മുടെ മുന്നിൽ അത്തരം തെളിവുകളില്ല. ഇത് ഷാഫിയോടുള്ള കുശുമ്പാണ് സ്മൃതി. ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, ഇത് ഷാഫിയോടുള്ള കുശുമ്പാണെന്ന്. ഇയാളെന്നാ CPM ആയത്? ഷാഫിയോട് കുശുമ്പ് പോത്ത് പാർട്ടി വിട്ടു പോയതല്ലേ? എന്നിട്ട് ഷാഫിയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അയാളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ളത് മാന്യമായി പ്രവർത്തിക്കുന്ന MP ആണ്. അത് ജനങ്ങൾക്കൊക്കെ കാണുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഷാഫിയുടെ പേര് പരാമർശിക്കുന്നത് എന്തിനാ? ഷാഫിയോടുള്ള കുശുമ്പ് മൂത്ത രാഷ്ട്രീയം മാത്രമേ ബോധ്യമുള്ളതുകൊണ്ട് താങ്കൾ കോൺഗ്രസ് വിടുമ്പോഴും താങ്കൾക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഷാഫിയോടുള്ള അസൂയയാണ്, ഷാഫിയോടുള്ള കുശുമ്പാണ്. അതിനപ്പുറം രാഷ്ട്രീയം നിങ്ങൾക്ക് എന്ത് നമ്മളിപ്പോൾ നമ്മളിപ്പോ ഏത് വിഷയം ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് എന്ന് മുതലാണ് CPM-ന്റെ പ്രത്യയ രാഷ്ട്രീയം തുടങ്ങിയത്?
അനിൽ എന്ന് ബോസ്, തൊട്ടാണ് നിങ്ങൾക്ക് എന്ത് താങ്കൾക്ക് കോൺഗ്രസിന്റെ പ്രത്യേക രാഷ്ട്രീയമുള്ളത്? പാർട്ടികൾ തുടങ്ങിയത്. നിങ്ങൾക്ക് എന്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമുള്ളത്? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, രമേശ് ചെന്നിത്തല പറയും ഞങ്ങളുടെ മുമ്പിൽ പരാതി ഞങ്ങൾക്ക് കിട്ടി. കോൺഗ്രസ് ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി അതൊന്നും പറയട്ടെ. ശരിയല്ല, അതൊന്നും ശരിയല്ല, അതൊന്നും ശരിയല്ല. നിങ്ങൾ എനിക്ക് മറുപടി പറയുന്ന സമയത്താണ് ബഹളം വെച്ച് പരാതി കൊടുത്തു, പോകാൻ അനുവദിക്കരുത്. നടപടിയെടുക്കുക. ആഭ്യന്തര വകുപ്പിനെതിരെ നിങ്ങൾക്ക് വിമർശിക്കുക. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിനെ നിങ്ങൾ വിമർശിക്കുക, പോലീസിന്റെ മന്ത്രിയെ നിങ്ങൾ വിമർശിക്കുക. അല്ലാതെ അസൂയ മൂത്ത് ഷാഫിയുടെ നെഞ്ചത്തോട് കയറിയിട്ട് കാര്യമില്ല. ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള എം പി ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപവും നിലവിലില്ല. മനസ്സിലായി? അങ്ങയുടെ ഈ ഉറച്ച ശബ്ദം ഇപ്പോഴല്ലേ പൊന്തിയത് അല്ലേ? കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ഉത്തരവ് വരുന്നവരെ നിങ്ങളും നിങ്ങൾ എല്ലാവരും ഒന്നുമില്ല. ഞാൻ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത പാർട്ടി തീരുമാനത്തെ പരസ്യമായി സ്വാഗതം ചെയ്ത ആളാണ്. അന്നും ഇന്നും വളരെ ചുരുക്കം നേതാക്കളെ ആ കാര്യത്തിൽ നിലപാടെടുത്തവർ. അനിൽ ബോസ്, ഞങ്ങളൊക്കെ അനിൽ ബോസിന്റെ നേതാവ് ഞാൻ കെ രമേശ് സി ചെന്നിത്തലയോട് വേണുഗോപാലാണ് വലിയ നേതാവല്ല, സംരക്ഷണം പക്ഷേ കൊടുക്കുന്നത് ഞാൻ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അനിൽ ബോസ്, പ്രതിനിധിയായി ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന പറഞ്ഞത് വ്യക്തി എന്ന നിലയിൽ അനിൽ ബോസിന്റെ നേതാവ് കെ സി വേണുഗോപാൽ സംരക്ഷണം കൊടുക്കുന്നതല്ല. എന്റെ നേതാവ് ശ്രീ രമേശ് എല്ലാം എന്റെ നേതാവാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അനിൽ ബോസിന് നട്ടലുണ്ടെങ്കിൽ, തന്റേടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ ആ പാലക്കാട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇയാളെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ നടപടിയെടുക്കുക. നട്ടല് പറഞ്ഞ സാധനം അങ്ങേക്കുണ്ടെങ്കിൽ നടപടിയെടുക്കുക. ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ഒരു വ്യക്തിയല്ല, സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. അവിടുത്തെ ആരെങ്കിലും പോയി കണ്ടെങ്കിൽ ഈ പറയുന്ന സൈക്കോപാത്തിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് അസൂയ, സൈക്കോപാത്തിന്റെ കൊള്ളരുതായ്മയിൽ അസൂയ നിങ്ങൾക്കുണ്ടാവും. സൈക്കോപാത്തിന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നോ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആല് മുളച്ചാലും അത് തണലായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഞങ്ങൾ അങ്ങനെയല്ല. ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് നിങ്ങളാണ്. അദ്ദേഹത്തെ പോയി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലാണ്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. നോമിനേഷൻ സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട്. നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം? നിങ്ങൾക്ക് നാണുണ്ടോ അത് പറയാൻ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴാണ് വന്നത്. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രണ്ടാമത്തെ എഫ്ഐആർ, രണ്ടാമത്തെ കേസ് എത്രത്തോളം നിർണായകമാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? അതിൽ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ല. ആ മൊഴി കിട്ടിയാലേ ഈ കേസ് ബലപ്പെടൂ എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ പരാതി എവിടെ നിന്ന് വരുന്നു? ആ മെയിൽ ഐ ഡി പോലും പേരില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. അതിൽ വ്യക്തത വന്ന് ആ മൊഴി എടുത്താൽ മാത്രമേ SIT മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം കൂടിയല്ലേ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? അദ്ദേഹം പറയട്ടെ പ്ലീസ്. രണ്ടാമത്തെ കേസില് ആ അതിജീവിത സ്വമേധയ വോളണ്ടറി ആയിട്ട് പോലീസിന്റെ നിർബന്ധം അനുസരിച്ചല്ല സ്വമേധയ വെളിപ്പെടുത്തുകയും പരാതിയുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ആ കേസ് എടുക്കാവുന്നതാണ്. നിർബന്ധിച്ച് പോലീസ് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുകയാണെങ്കിൽ കോടതി അതിനെ വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. ലാസ്റ്റ് ഒരു കമന്റ് കൂടെ പറയട്ടെ. നമ്മൾ രണ്ട് രാഷ്ട്രീയ പ്രതിനിധികൾ ഇരുന്ന് ഇങ്ങനെ ലൈംഗിക അപവാദ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും സൈക്കോപാത്ത് എന്നൊക്കെ വിളിക്കുന്നതും നമുക്ക് അപമാനമാണ്. അതിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്സ് എഡ്യൂക്കേഷൻ. പിന്നെ ഇന്ന് ഒരു മീഡിയ വണ്ണില് സജി മഞ്ഞ കടമ്പൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം അങ്ങനെ കോടതികളുടെ ഒബ്സർവേഷൻ ഒന്നുമില്ല, ഇതുവരെ ഇല്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കളങ്കാവിൽ സിനിമ താങ്കൾ കണ്ടോ? കളങ്കാവ് ഒരു മിനിറ്റ് നമുക്ക് പറയട്ടെ പ്ലീസ്. പൊതുജീവിതത്തില് നമുക്ക് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക്, യങ് ജനറേഷന്, ഈ പുതുതലമുറയ്ക്കൊക്കെ ആ ബോധ്യമുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് പലപ്പോഴും അപകടം പറ്റുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോലും ഇത് ന്യൂസ് ആയിട്ട് വരികയാണ്. നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ, അത് കോടതിയിൽ കണ്ടെത്തി തെളിയിക്കുന്നതും വരെ ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരാതിരിക്കാനായിട്ട് എന്തുകൊണ്ടാണ് പൊതുബോധത്തിൽ സ്ത്രീകളുടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്ത് ഒക്കെ പെരുമാറാനുള്ള ഒരു ബാധ്യത, എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ ജനപ്രതിനിധികൾ രാജാവിനെ പോലെ അല്ല പെരുമാറേണ്ടത്.
എല്ലാവരോടും ബാധ്യതയുള്ള ആളുകളായിട്ട് കൂടെയുള്ള ആളുകളെ തുല്യരായിട്ട് കണക്കാക്കി കൊണ്ട് പെരുമാറാനുള്ള ഒരു ഇതൊന്നും അറിയാത്ത ട്രെയിനിങ്. ആളല്ലല്ലോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. KSUവിൽ നിന്ന് വന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് അങ്ങനെ വന്ന് മൂത്തു MLA ആയതാണ്. വളരെ വേഗം മൂക്കാതെ പഴുത്തോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ശ്രീ KM ആന്റണിയിലേക്ക് ഞാൻ ശ്രീ KM ആന്റണിയിലേക്ക് കൂടി. ശ്രീ KM ആന്റണി, അപ്പോൾ 15-ാം തീയതി കോടതി കേസ് പരിഗണിച്ച് വരാം അങ്ങിലേക്ക് വരാം. ശ്രീ KM ആന്റണി, 15-ാം തീയതി കോടതി കേസ് പരിഗണിച്ച ശേഷം എടുക്കുന്ന തീരുമാനം അതുവരെയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വലിയ ജോലിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ KM ആന്റണി? അന്വേഷണ സംഘത്തിന് തെളിവ് ശേഖരിക്കുന്ന ജോലിയുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് ഇപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രയത്നങ്ങൾ നടത്തേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കേസിലും കൃത്യമായ ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. ആ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന തെളിവുകൾ ഇതുവരെ ശേഖരിച്ചിട്ടില്ല. അല്ലാതെ ഒരു FIR ഉണ്ടെന്ന് കരുതി ഒരു പ്രതിയെ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആവലാതിക്കാരി അല്ലെങ്കിൽ പീഡനത്തിന് വിധേയമായ സ്ത്രീ വന്ന് മൊഴി കൊടുക്കുക, അതിനനുബന്ധമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ സാധിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ പേരിൽ ഒരു കേസുണ്ട് എന്ന് കരുതി അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് മറുപടി നമ്മൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതാണ് അതിനകത്ത് ഒരു പ്രത്യേക കാര്യമുള്ളത്. ശരി, ഷാനി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷാനിപ്പിന് എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം, ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രശാന്ത് പത്മനാഭ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യം അവസാനം അദ്ദേഹം പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണ്, അതുകൊണ്ട് ഇത് റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗ കേസ് ഇതിനകത്ത് വരില്ല എന്ന രീതിയിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ അത് ചർച്ചയാക്കേണ്ടത് കൊണ്ട് ഞാനത് പരാമർശിക്കാതെ പോയതാണ്. ഇത് ഏത് രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. കൺസെൻഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം അവിടെ നടത്തേണ്ടായി. അതായത് വിവാഹിതയായതുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കാര്യം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. എന്നിട്ടാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലല്ല, ഇത് ഒരു എന്താണ്, കുറ്റവാളി എന്ന വാചകം, ആ വാക്ക് കോടതി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. സെഷൻസ് കോടതിയില് പറഞ്ഞിട്ടുണ്ട് പരാതിക്കാർക്ക് ഇങ്ങനെ ഒരു പരാതി ഇല്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി ഇല്ല എന്ന് സെഷൻസ് കോടതി ഓർഡറിൽ എഴുതിയിട്ടുണ്ട്, ബെയിൽ ഓർഡറിൽ. ശരി, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താകുമെന്ന്. വളരെ നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, വളരെ നന്ദി AK ഷാനി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ശ്രീ KM ആന്റണി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.